LDC LPUP കുട്ടിക്കലാശം എന്ന നമ്മുടെ സീരീസിലെ 4ാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ജൂനിയർ അസിസ്റ്റന്റ് LDC സീനിയർ സൂപ്രണ്ടന്റ് എന്ന തസ്തികയ്ക്ക് വേണ്ടി PSC ഏപ്രിൽ 2024 നടത്തിയ, അതായത് ഏപ്രിൽ 18-ാം തീയതി നടത്തിയ ഒരു എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, fill in the blank using correct tense form of the verb given in bracket. ഇതിനാണ് കൊടുത്തിരിക്കുന്നത് I dash stay here till Sunday. വിൽ സ്റ്റേ ആണോ, വിൽ ഹാവ് സ്റ്റേഡ് ആണോ, വിൽ ബി സ്റ്റേയിങ് ആണോ, സ്റ്റേ ആണോ? നോക്കുക, ഇവിടെ ടിൽ സൺഡേ എന്ന് പറയുമ്പോൾ സൺഡേ വരെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വരേണ്ട വെർബ് ഏത് ടെൻസ് ആണെന്ന് നമുക്ക് ഈ ഓപ്ഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവിടെ വിൽ, ഈ മൂന്നിടത്തും വില്ലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നു. ഇതോ പ്രസന്റിനെ സൂചിപ്പിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ടിൽ സൺഡേ എന്ന് പറയുമ്പോൾ ഞായറാഴ്ച വരെ. അപ്പോൾ ഞായറാഴ്ച വരെ ഞാനിവിടെ സ്റ്റേ ചെയ്യും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിലാണ് പറയേണ്ടത്. ഈ ഫ്യൂച്ചറിൽ ഏത്? വിൽ സ്റ്റേ എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ, വിൽ ഹാവ് സ്റ്റേ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ്, വിൽ ബി സ്റ്റേയിങ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഇതിനകത്ത് ഏതായിരിക്കും വരിക? ടിൽ സൺഡേ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പ്രവൃത്തി തുടരും, തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെയാകുമ്പോൾ കണ്ടിന്യൂസ് ഫോം ആണ് വേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വേണം പറ്റുന്ന ആൻസർ ഏതായിരിക്കും? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ, വിൽ ബി സ്റ്റേ. അപ്പോൾ ഐ വിൽ ബി സ്റ്റേയിങ് ഹിയർ ടിൽ സൺഡേ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ദാറ്റ് സജസ്റ്റ് ചേഞ്ച് ഇൻ വോയിസ് ഓഫ് ദ സെന്റൻസ്. അതായത് പ്ലീസ് ഡ്രോ ദ ഫിഗർ എന്ന് പറയുന്ന സെന്റൻസിന്റെ പാസീവ് വോയിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഈ സെന്റൻസ് എങ്ങനെയുള്ള സെന്റൻസ് ആണ്? ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ഒരു സെന്റൻസ് പ്ലീസിലോ കൈൻഡ്ലിയോ തുടങ്ങുന്നു എങ്കിൽ അതെന്തായിരിക്കും? ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഒപ്പം തന്നെ അത് റിക്വസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഇംപറേറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഇത്തരത്തിൽ ഒരു സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യു ആർ റിക്വസ്റ്റഡ് ടു എന്നെഴുതാം. അതായത് പ്ലീസിന്റെ സ്ഥാനത്ത് യു ആർ റിക്വസ്റ്റഡ് ടു എന്നെഴുതുക. എന്നിട്ട് അതിനുശേഷം ബാക്കിയുള്ളവ എഴുതുക. അപ്പൊ എങ്ങനെ ആയിരിക്കും? യു ആർ റിക്വസ്റ്റഡ് ടു ഡ്രോ ദ ഫിഗർ എന്ന് വരും. അങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന ഏത് നോക്കുമ്പോൾ യു ആർ റിക്വസ്റ്റഡ് ടു ദെൻ ഡ്രോ ദ ഫിഗർ. ഇതാണ് കറക്റ്റ് ആൻസർ, ബി എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്ത ചോദ്യം, fill in the blank using suitable preposition. ഇവിടെ PSC ഈ അടുത്തിടെ നടത്തിയ പരീക്ഷകളിലെ ഒന്നുകിൽ ചോദ്യത്തിനകത്ത് എന്തെങ്കിലും ഒരു കുഴപ്പം കാണും, എറർ ഉണ്ടാവും, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അകത്തൊരു എറർ ഉണ്ടാവും, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ചോദ്യത്തിലെ ഡയറക്ഷനിലൊരു എറർ ഉണ്ടാവും. ഇവിടെ നോക്കാം, ഇവിടെ തന്നിരിക്കുന്ന ഡയറക്ഷനിലാണ് എറർ. എന്താണ്? fill in the blank using suitable preposition അല്ല. കാരണം ഇത് തന്നിരിക്കുന്ന ഒന്നും പ്രിപ്പോസിഷൻ അല്ല. പിന്നെ എന്താണ്? ഓക്സിലറി വെർബ്സ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറീസ് ആണ്. അപ്പോൾ ചോദ്യം എങ്ങനെയായിരുന്നു വരേണ്ടിയിരുന്നത്? fill in the blank using suitable model auxiliaries എന്നായിരുന്നു വേണ്ടിയിരുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഐ ഡാഷ് വാക്ക് 10 miles വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. അതായത് ക്ഷീണിക്കാതെ എനിക്ക് 10 മൈലുകൾ നടക്കാൻ കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കഴിവിനെ സൂചിപ്പിക്കുന്ന മോഡൽ ആക്സിലറി ഏതാണ്? ക്യാൻ ആണ്. അപ്പോൾ ക്യാൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ആദ്യം വരേണ്ടത് സഹായക്രിയ ആയിരിക്കണം. ഇവിടെ വന്നിരിക്കുന്നത് ഈസ് ആണ് ഇവിടുത്തെ സഹായക്രിയ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റിന്റെ പ്രൊനൗൺ എന്ത് തന്നെയാണ്? ഇറ്റ് തന്നെയാണ്. അപ്പോൾ ഈസ് ഇറ്റ് എന്നാണ് വരേണ്ടത്. ഓക്കെ, ഈസ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഇതാണ് കറക്റ്റ് ആൻസർ, ഈസ് ഇറ്റ്. അടുത്ത ചോദ്യം എന്താണ്? കമ്പൈൻ ദ ടു സെന്റൻസസ് യൂസിങ് സ്യൂട്ടബിൾ കോറിലേറ്റീവ് കൺജങ്ഷൻ. അതായത് ഈ തന്നിരിക്കുന്ന രണ്ട് സെന്റൻസ് അതിന് നമ്മൾ കോറിലേറ്റീവ് കൺജങ്ഷൻസ്, അനുയോജ്യമായ സ്യൂട്ടബിൾ ആയിട്ടുള്ള കോറിലേറ്റീവ് കൺജങ്ഷൻ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കാം, ഇവിടെ രണ്ടിടത്ത് നോട്ട് ഉണ്ട്. നോട്ട്, നോട്ട്. ഇങ്ങനെ രണ്ട് സെന്റൻസ് പറയുമ്പോൾ ഓരോ സെന്റൻസിലും ഇത്തരത്തിൽ നോട്ട് എന്നുണ്ടെങ്കിൽ
അത് നമുക്ക് എന്ത് വെച്ച് ചെയ്യാൻ കമ്പൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ? നെയ്തർ നോർ വെച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് നെയ്തർ യൂസ്ഫുൾ നോർ ഓർണമെന്റൽ എന്നാണ് വരേണ്ടത്. അങ്ങനെ ഇസ് നെയ്തർ യൂസ്ഫുൾ നോർ ഓർണമെന്റൽ. അങ്ങനെ ഇവിടെ നമുക്ക് പറ്റുന്ന ഏതാണ്? ഈ നെയ്തർ നോർ ആണ് ഇവിടെ ആൻസറായി വരാൻ പറ്റുക. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചൂസ് ദ സിനോണിം ഓഫ് ദ വേർഡ് ഇറ്റാലിസ്റ്റ് ഇൻ ദ സെന്റൻസ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന വേർഡ്, ഈ വേർഡിന്റെ സിനോണിം ഇടാനാണ് പറഞ്ഞത്. ഏത് വേർഡിന്റെ? ഇറ്റാലിസൈസ്ഡ് ആയിട്ട് നിൽക്കുന്നത്, അതായത് ചരിച്ചെഴുതിയിരിക്കുന്ന കിൽഡ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഹി വാസ് കിൽഡ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ആ കിൽഡിന് പകരമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഏതാണ്? ഈ സ്ലെയിൻ ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. കോൺഫിസ്കേറ്റ് എന്ന് വെച്ചാൽ എന്താ? പിടിച്ചു എടുക്കുക അർത്ഥമില്ല. കോൺഫിസ്കേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔട്ട് നമ്പർ എന്ന് പറയുമ്പോൾ എണ്ണത്തിൽ കൂടുതലാവുക. ഓക്കെ, ഡിഫീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പരാജയപ്പെടുത്തുക എന്നർത്ഥമില്ല. ഇവിടെ സ്ലെയിൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് അപ്രോപ്രിയേറ്റ് ജെറണ്ട് ഫോം ഓഫ് ദ വേർഡ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. ഈ പറയുന്ന വാക്കിന്റെ ജെറണ്ട് ഫോം ഉപയോഗിച്ചുകൊണ്ട് എഴുതുക. നമുക്കറിയാം ജെറണ്ട് ഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ING ഫോം തന്നെയായിരിക്കും. എന്നാൽ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാ INGയും ജെറണ്ട് അല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു, എല്ലാ INGയും ഒരിക്കലും ജെറണ്ട് അല്ല. അല്ലെങ്കിൽ ING ചേർന്ന് വന്നിരിക്കുന്ന വെർബിനെ നമുക്ക് ജെറണ്ട് എന്നോ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നോ വിളിക്കാം. ഈ ING ചേർന്ന് വന്നിരിക്കുന്ന വെർബ് ഒരു വെർബിന്റെ റോളാണ് വഹിക്കുന്നതെങ്കിൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും. എന്നാൽ അതൊരു നൗണിന്റെ ഫോമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ, പങ്കുവഹിക്കുന്നുവെങ്കിൽ അതെന്തായും പറയാം? ജെറണ്ട് എന്ന് പറയാം. ഇവിടെ ഒന്നുമല്ല ചോദ്യം, ജെറണ്ട് വെച്ച് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ING ഉള്ളതുണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഷെയറിങ്, ഇവിടെ ഷെയറിംഗ് ആണ്, ഇവിടെയും ഷെയറിംഗ് ആണ്. പക്ഷേ ഈ ഷെയറിംഗ് നമ്മൾ 2 വന്നിരിക്കുന്നു. അങ്ങനെ 2 വരാൻ പാടില്ല. ജെറണ്ടിന്റെ മുന്നിൽ 2 വരാൻ പാടില്ല. ഇതാണ് കറക്റ്റ് ആൻസർ. ഡു യു മൈൻഡ് ഷെയറിംഗ് സം പിക്ചേഴ്സ് ഓഫ് യുവർ ട്രിപ്പ് ഓൺ ഫേസ്ബുക്ക് എന്നതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ് വിത്ത് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. സമന്റ് എന്ന് പറയുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഫ്രേസൽ വെർബ്. സമന്റ് എന്ന് വെച്ചാൽ എന്താ? വിളിപ്പിക്കുക എന്നർത്ഥമില്ല. അപ്പോൾ സെൻഡ് ഫോർ ആണ് കറക്റ്റ് ആൻസർ. സെൻഡ് ഡൗൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെൻഡ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നാട് കടത്തുന്ന നമ്മൾ അല്ലെങ്കിൽ പുറത്താക്കുക എന്നൊക്കെയാണ് സെൻഡ് ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻഡ് ഇൻ എന്നും സെൻഡ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും നമ്മൾ അയക്കുന്നതിന് നമ്മൾ സെൻഡ് ഇൻ അല്ലെങ്കിൽ സെൻഡ് ഓൺ എന്ന് പറയുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ സെൻഡ് ഫോർ ആണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ. ശരിയായ പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രിപ്പോസിഷൻ എന്ന് പറയാനെങ്കിലും ഇത് ആക്ച്വലി ഒരു ഇഡിയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫീൽ നോ കാം എബൌട്ട്, നമ്മൾ എബൌട്ട് എന്നേ വരത്തുള്ളൂ. കഴിഞ്ഞാൽ എബൌട്ട് ആണ് വരേണ്ടത്. അപ്പം എന്താണ് ഫീൽ നോ കോം എബൌട്ട് എന്ന് പറയുമ്പോൾ യാതൊരു നാണക്കേടും തോന്നാതിരിക്കുക എന്നർത്ഥമില്ല. യാതൊരു ആശങ്കയോ നാണക്കേടോ തോന്നാതിരിക്കുക നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവിടെ ബി ആണ് കറക്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ അഡ്ജക്റ്റീവ് ദാറ്റ് മീൻസ് കെയർഫുൾ ഓർ ടേക്കിംഗ് ഗ്രേറ്റ് കെയർ. ഇപ്പം കെയർഫുൾ അല്ലെങ്കിൽ ടേക്കിംഗ് ഗ്രേറ്റ് കെയർ എന്ന് അർത്ഥം നൽകുന്ന വാക്ക്, ആ വാക്ക് എവിടെയാണ് ശരിയായ സ്പെല്ലിംഗിൽ കൊടുത്തിരിക്കുന്നത്? നോക്കുമ്പോൾ ഏതായിരിക്കും? ഈ പറഞ്ഞ A എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഈ ക്വസ്റ്റ്യൻ അടുത്ത പരീക്ഷയിൽ വേണമെങ്കിൽ 1 വേർഡ് ആയിട്ട് ചോദിക്കാം. എങ്ങനെ? കെയർഫുൾ ഓർ ടേക്കിംഗ് ഗ്രേറ്റ് കെയർ എന്ന് വന്നിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള 1 വേർഡ് എഴുതാൻ പറയുമ്പോൾ അവിടെ നമ്മുടെ ആൻസർ ഇത് തന്നെയായിരിക്കണം, കൺസെൻഷ്യസ്. ഓക്കെ. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. ഈ ചോദ്യപേപ്പറിൽ 10 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നടക്കാൻ പോകുന്ന നമ്മുടെ LDC അതുപോലെ LPP പരീക്ഷകൾക്ക് വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.